കഴിഞ്ഞ ദിവസം പാട്ട് നല്ല രസമായിരുന്നു വെച്ചാ. അപ്പൊ അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, വരിയൊക്കെ തെറ്റിയായിരുന്നു. അപ്പം അതിന് ഞങ്ങൾ എഴുതിയൊക്കെയാണ് അച്ഛൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം അച്ഛന്റെ ഒരു പാട്ടൊന്ന് കേൾക്കാം, ഗുരുവായൂർ കണ്ണനെ കുറിച്ചുള്ള. അച്ഛാ പാടിക്ക്. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൻ കാളുന്തി ഒഴുകി കണ്ണാ, അറുനാഴിയെള്ളെണ്ണ ആടട്ടയോ, മറുജന്മ പൊടിമെയിൽ അണിയട്ടയോ, തിരുമാറിൽ ശ്രീവത്സം ആവട്ടയോ. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൻ കാളുന്തി ഒഴുകി കണ്ണാ, ഒരു ജന്മം കായാവായി തീർന്നെങ്കിലും മറുജന്മം പയ്യായി മേഞ്ഞെങ്കിലും, ഒരു ജന്മം കായാവായി തീർന്നെങ്കിലും മറുജന്മം പയ്യായി മേഞ്ഞെങ്കിലും, ഏതു കുലകന്യ വിരഹങ്ങൾ തേടുന്ന ഗ്രാമത്തിൽ രാധയായി പൂത്തെങ്കിലും കൃഷ്ണ, ആ പ്രേമത്തിൽ ഗാഥകൾ തീർത്തെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പാ നീ കണ്ണടച്ചു കള്ളച്ചിരിച്ചു പുല്ലാങ്കുഴൽ വിളിച്ചു. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൻ കാളുന്തി ഒഴുകി കണ്ണാ, യമുനയിൽ ഓളങ്ങൾ നെയ്യുമ്പോഴും ഏതുകുലകാമ്പോഴി മൂളുമ്പോഴും, യമുനയിൽ ഓളങ്ങൾ നെയ്യുമ്പോഴും ഏതുകുലകാമ്പോഴി മൂളുമ്പോഴും, ഒരു നേരമെങ്കിലും നിന്റെ തൃപാദങ്ങൾ തഴുകുന്ന പനിനീരായി തീർന്നില്ലല്ലോ കൃഷ്ണ, ആ ഹൃദയത്തിൽ ചങ്കിൽ ഞാൻ വാർന്നില്ലല്ലോ, അപ്പോഴും നീ കള്ള് ചിരിച്ചു ആവിൽ പൊതിയഴിച്ചു പുണ്യം പങ്കുവച്ചു. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൻ കാളുന്തി ഒഴുകി കണ്ണാ, അറുനാഴിയെള്ളെണ്ണ ആടട്ടയോ, മറുജന്മ പൊടിമെയിൽ അണിയട്ടയോ, തിരുമാറിൽ ശ്രീവത്സമാകട്ടയോ. അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൻ കാളുന്തി ഒഴുകി കണ്ണാ. അപ്പൊ അച്ഛാ നല്ല രസമുണ്ടായിരുന്നു പാട്ട്. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ടിനകത്ത് ചെറിയ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് സദയം ക്ഷമിക്കണം. അപ്പം പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ അച്ചാച്ചനെ എൻ്റെ അച്ചാച്ചനാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ കാണുന്ന ഓരോ വ്യക്തികളും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അതായത് ഈ അച്ചാച്ചൻ പാടിയ പാട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. അത് ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ അച്ചാച്ചന് എവിടെയെങ്കിലും ഒരു വേദിയിൽ ഒരു നല്ലൊരു പാട്ട് പാടാൻ പറ്റത്തുള്ളൂ. പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു നല്ലൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു
വേദിയിൽ ഒരു പാട്ട് പാടണം എന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങളെ കൊണ്ടേ ഇനി ബാക്കിയുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ കാണുന്ന എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കളും വ്യക്തികളും എല്ലാവരും അച്ചാച്ചന്റെ ഈ പാട്ട് കേട്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമന്റും രേഖപ്പെടുത്തണം. അപ്പം ബൈ.